ുന്നുണ്ട്. പുതിയ പുല്ലുകളൊക്കെ പിടിപ്പിച്ചിട്ട് ഒരു ഹരിതാപകരമാക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റിസോർട്ട്സ്. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2000 റിയാലൊക്കെയാണ് പെർ ഡേ ഇവിടുത്തെ ഒരു ഫീസ് എന്ന് പറയുന്നത്. എൻ്റെ കാണുന്നത് പണി നടന്നുകൊണ്ട് നിൽക്കുന്ന ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സുകളാണ്. ഏകദേശം ഈ ജിദ്ദ വാട്ടർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 2017 ആക്ച്വലി ഇനാഗ്രേഷൻ നടത്തിയത്. അതിനുശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥലത്തേട്ട് ആകർഷിച്ചിട്ട് വരുന്നുണ്ട്. അത് വേറൊരു കാര്യം. പിന്നെ ഇതും ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകളാണ്. ഇവിടെ ജിദ്ദയിലെന്നല്ല സൗദി അറേബ്യയിലൊക്കെ ഇങ്ങനെ കല്ലുകൾ കൊണ്ട് ഒരുപാട് ഡിസൈൻസുകൾ, ഒരുപാട് എന്താ പറയുക, അങ്ങനെ ഫലകങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് ഇവിടെയും വേറെ ഉണ്ട് കേട്ടോ. ഇനി അവിടേക്ക് കാണാം. ഒന്നിത്, പിന്നെ അവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല, ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന നേരമാണ്. അതാണ് ഒരു ആളുകളൊന്നും ഇവിടെ കാണാത്തത്. അതുകൊണ്ടാണ് ആക്ച്വലി വൈകിട്ടൊക്കെ ഒരു 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ 5 മണിക്ക് ശേഷമൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇവിടെ. ഈ നമ്മുടെ കടൽ തീരത്തിനൊക്കെ കോർണിഷ് എന്നാണ് ഇവിടെ അറബിയിൽ പറയാൽ. കോർണിഷ് ഏരിയ എന്നാണ് നമ്മുടെ പറയൽ. ആക്ച്വലി VIP ഏരിയകളാണ് നമ്മുടെ സൗദിയിലുള്ള കോർണിഷ് ഏരിയകളൊക്കെ. കാരണം അത്രത്തോളം എക്സ്പെൻസീവായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കോർണിഷ് ഏരിയയിലുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും ഒരു കല്ലുകൾ കൊണ്ട് ചിലർ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ അവിടെ ഒരു ഷെൽബിയാണ്. നടന്നു വരുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ് കേട്ടോ. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഈ പാലത്തിലൂടെ നമ്മൾ നേരെ ചെന്നാലെത്തുന്നത് വലിയൊരു പാർക്കിലേക്കാണ്. പക്ഷേ ഈ ചൂടത്ത് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുമ്പോൾ ഈ പാലത്തിലൂടെ നടക്കുമ്പോഴാണ്. കാരണം നല്ല കാറ്റുമുണ്ട്, ചെറിയൊരു തണലുമുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് പിന്നെ തണലില്ലാതായി, ചൂട് കൂടി. അപ്പോൾ 40 ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട്. ഇവിടെ അങ്ങനെ പോയാൽ നമുക്ക് നടക്കാനുള്ള ഏരിയാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവനിങ്ങിലൊക്കെ ഫാമിലീസ് കംപ്ലീറ്റ് വന്ന് നിൽക്കാറുള്ളത് ഇവിടെയാണ്, അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. നമുക്കുള്ള കാഴ്ചകൾ അവിടെയാണ്. എപ്പോഴും വേറിട്ട് ചിന്തിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ നടക്കണം. അതിൽ നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ആ ഒരു ഇരിപ്പിടത്തിൻ്റെ ഡിസൈൻസുകളൊക്കെ നോക്കൂ. ഒരു വെറൈറ്റി ഡിസൈൻസുകളാണ് നമ്മുടെ ഈ ഇരിപ്പിടങ്ങൾക്കൊക്കെ ഉള്ളത്. അങ്ങനെ ഇവിടെ തന്നെ ഇതൊക്കെ വേസ്റ്റ് ബിൻസുകളാണ്. അതിലും അവരുടേതായ ചെറിയ ഒരു ബൂമറാങ് എഫക്റ്റ് പോലെയുള്ളൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടെയൊക്കെ പാർക്കിങ്ങുള്ള സ്പേസ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഈ ഭാഗത്തോട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ആക്ച്വലി ഞാൻ ഇവിടെ വരെ വന്നിട്ട് പോയതാണ്. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ കടലിലേക്ക് നിൽക്കുന്ന ഭാഗം. ഇവിടെയൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് കലുഷിതമായി കിടക്കുന്ന നമ്മുടെ കടലാണ്, ചെങ്കടലാണ്. ഈ ഡാർക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം ആയം ഉണ്ടാവും എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം പോലും മണ്ണിട്ടൊക്കെ നികത്തി അങ്ങനെ ഉണ്ടാക്കിയ സ്ഥലങ്ങളാണിതൊക്കെ. പിന്നെ അവിടെ ഒരു പള്ളിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല ചൂടുണ്ടെങ്കിലും ആ ഒരു കാറ്റുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ആക്ച്വലി ഇവിടെ ഒന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഒന്നും ഇറങ്ങാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. കാരണം ഡേഞ്ചറാണ്. അങ്ങ് ദൂരെ ആ സൈഡിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മളെ കോഴിക്കോട് ബീച്ചിലൊക്കെ ഒന്ന് പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു.
ആ കാണുന്നത് ദുബായിയാണ്, ആ കാണുന്നത് സൗദിയാണെന്നുള്ളത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ പറയാനുള്ളത് ആ സൈഡിൽ വരുന്നത് ഈജിപ്ത്, സുഡാന്, ആ രാജ്യങ്ങളൊക്കെയാണ് ആ സൈഡിലേക്കുള്ള ബോർഡറുകളായിട്ട് വരുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള നമ്മുടെ ആ റിസോർട്ടിൻ്റെ വ്യൂ. അതിനപ്പുറത്ത് നമ്മുടെ വേറെ തല ഉയർത്തി നിൽക്കുന്ന 2 കെട്ടിടങ്ങളുണ്ട്. ഇവിടെ ഇതാ വർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കെട്ടിടമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അത് ചെറിയ ചെറിയ പവിയപ്പുറ്റ് പോലെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതാണുള്ളൊരു 360 വ്യൂ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നല്ല കാറ്റടിക്കുന്നുണ്ട്. അയാൾ ഒറ്റക്കായിരുന്നു, മോൺസ്റ്റർ. ആ ഒരു ഫ്രെയിമിലിരിക്കണം. നമുക്ക് അവിടെ ഒരു ചെറിയൊരു നീല പോലെ ഒരു കപ്പൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ള നേരം കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്താണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തു എന്നുള്ളൂ. ആൻഡ് ഇവിടെ നിൽക്കുമ്പോൾ പല കാര്യങ്ങളും പല അനുഭവങ്ങളെല്ലാം മനസ്സിലിങ്ങനെ വരുന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ സെൻറ്റിമെൻറ്റിലാവുന്നുള്ളത് കൊണ്ട് വല്ലാതെ ഇവിടെ നിൽക്കുന്നില്ല. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരുന്നതാണ്. അണ്ടിൽ വി മീറ്റ് അഗൈൻ. ബൈ ബൈ.